ഭാഗ്യവതി. ആരായിരിക്കും ആ ഭാഗ്യവാൻ? നമുക്ക് ഇന്നത്തെ ബ്രില്യന്റ് ആൻഡ് മാർവലസ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. അഹ്മദ് ഫൈസ്. എന്താണ് ഫൈസിന്റെ അഥവാ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പരിപാടിക്കുള്ള അഭിപ്രായം? പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ശരിയായ ഉത്തരം നൽകിക്കഴിഞ്ഞാൽ കോടീശ്വരനും കോടീശ്വരികളുമാവാൻ സാധിക്കും. അതോടെ ജീവിതം നന്നാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ തുടങ്ങുന്നതാണ്. ആദ്യത്തെ ചോദ്യം 2022 വേൾഡ് കപ്പ് ഫൈനലിൽ 3-3 ഇടിച്ചു നിന്നിട്ടു തോറ്റുപോയ ടീം ഏതാണ്? ഫ്രാൻസ്, ഓപ്ഷൻ ചൂസ് ചെയ്യാം. മണിക്കുട്ടി ബാക്കിൽ സാധനം പോയി. അപ്പൊ ഇതാണ് നിങ്ങൾ നല്ലപോലെ ആലോചിക്കുക. ഓപ്ഷൻ വൺ മോർ ടൈം. ഫ്രാൻസ് അഥവാ ഗ്ലാസ്. ഏതാണ് ശരിയായ ഓപ്ഷൻ? 13 സെക്കൻഡുകൾ അവശേഷിക്കുന്നു. കമോൺ, ചൂസ് ചെയ്യും. ഓപ്ഷൻ എ ഫ്രാൻസ്. ഓപ്ഷൻ എ ഉറപ്പിക്കാമോ? നമുക്ക് നോക്കാം. ശരിയായ ഉത്തരം അതോ 1000 രൂപ പോലും കിട്ടാതെ വീട്ടിലേക്ക് മടങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണാം. ഗുരുജി പറഞ്ഞ ഉത്തരം ഓപ്ഷൻ എ ഫ്രാൻസ് ശരിയാണോ തെറ്റാണ്? ഉത്തരം ശരിയാണ്. 1000 രൂപ ലഭിച്ചിരിക്കുന്നു. ഇനി വരുന്ന ചോദ്യം നോക്കുന്നു. ഇത്ര എളുപ്പമുണ്ടായിരിക്കില്ല, നല്ല പാടുള്ള ചോദ്യമായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. 1000 രൂപ കൊണ്ട് വീട്ടിലോട്ട് പോകുന്നോ അതോ 10,000 രൂപയുടെ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുവാനാണോ ഉദ്ദേശിക്കുന്നത്? 10,000 ഉദ്ദേശിക്കുന്നത്. ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 1 കോടി രൂപയാണ് ഇവിടെ മുഴുവനിൽ നിൽക്കുന്നത്. താങ്കൾ ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം വയ്ക്കുന്നത്? പറയൂ, അടുത്തത് യെസ് ഓർ നോ? ഓക്കെ ഗുരുജി, നമുക്ക് അടുത്ത പ്രശ്നത്തിലോട്ട് പോകാം. അടുത്ത 10,000 രൂപയുടെ ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യ. ഓപ്ഷൻ ബി പാകിസ്ഥാൻ. ഓപ്ഷൻ സി ഇന്ത്യ. ഓപ്ഷൻ ഡി വത്തിക്കാൻ സിറ്റി. ഏത് ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്?
ഈ ഓപ്ഷന് നിങ്ങൾക്ക് ലൈഫ് ലൈൻ, അത് കോൾ എ ഫ്രണ്ട്, അതോ 50-50, അതോ ആസ്ക് ദി ഓഡിയൻസ് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം പാകിസ്ഥാനാണോ, അതോ ഇന്ത്യയാണോ, അതോ വത്തിക്കാൻ സിറ്റിയാണോ, അതോ ഇന്ത്യയാണോ? ഇന്ത്യ. ഓപ്ഷൻ ബി പാകിസ്ഥാൻ. താങ്കൾ പറഞ്ഞ ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. ഇത്ര അറിവില്ലെങ്കിൽ രാജ്യദ്രോഹമാണ് താങ്കൾ ചെയ്യുന്നത്. ഇത്രയും എളുപ്പമുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇനി താഴത്ത് കിടന്നിട്ട് കാര്യമില്ല. ഞാൻ ചോദിച്ചതാണ് ലഭ്യമെന്ന്. Don't try to play with me, please. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ചത് കൊണ്ട് ഒരു ചാൻസ് കൂടി നൽകാനാണ് ഗുരുജി പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു ചാൻസ് ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഫുട്ബോൾ ലോകത്ത് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. മൂന്നാമത്തെ 50,000 രൂപയുടെ ചോദ്യം. ചോദിക്കട്ടെ, താങ്കൾ റെഡിയാണോ? ഫുട്ബോൾ ലോകത്തിൽ അതിലെ ഏറ്റവും വലിയ ബഹുമതിയായ ബാലൻ ഡോർ ആർക്കാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ നെയ്മർ ജൂനിയർ, ഓപ്ഷൻ ബി ക്രിസ്ത്യാനോ റൊണാൾഡോ, ഓപ്ഷൻ സി ലയണൽ മെസ്സി, ഓപ്ഷൻ ഡി ഫ്രാൻസ് റിബറി. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി മെസ്സി. ഉറപ്പിക്കാമോ? ഓപ്ഷൻ സി ലോക്ക്ഡ്. ഓപ്ഷൻ സി നോക്കാം ശരിയായ ഉത്തരമാണ് അല്ലയോ എന്ന്. ഉത്തരം ശരിയാണ്. 50,000 നമുക്ക് ഇനിയും കാണാം ചെറിയൊരു ബ്രേക്ക്. നിങ്ങളുമാകാം കോടീശ്വരൻ. പവർ ബൈ ജിയോ. ഇത്രയും നേരത്തെ അനുഭവം എന്ന് പറയുകയാണ്. താങ്കൾക്ക് 1 കോടി രൂപ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. രൂപ താങ്കളുടെ കയ്യിലുണ്ട്. അടുത്ത 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ. ഈയിടെ പുറത്തിറങ്ങിയ ജനപ്രിയ നായകൻ ദിലീപ്
ദി മെഗാ ആക്ടർ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ ഏതാണ്? ഓപ്ഷൻ എ ക്ലബ് ക്ലബ് ക്ലബ്. ഓപ്ഷൻ ബി മെല്ലന്ന. ഓപ്ഷൻ സി വവ്വവ്വ. ഓപ്ഷൻ ഡി ബബ്ബബ്ബ. മണിക്കുട്ടി ശരിക്കും Plop, plop, plop. Mama, ka, ka, ka. Baba. ജനപ്രിയനായ ദിലീപും മോഹൻലാലും അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, അതോ സി ആണോ, അതോ ഡി ആണോ? ഓപ്ഷൻ ഡി ബബ്ബബ്ബ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റ് ആണോ എന്ന് ഗുരുജിയോട് ചോദിക്കാം. ഗുരുജി, ഉത്തരം ബബ്ബബ്ബ ശരിയാണോ അതോ തെറ്റാണോ? ഇത് തെറ്റിയാൽ 1,00,000 രൂപയാണ് കയ്യിൽ നിന്ന് പോകുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റായിരുന്നെങ്കിൽ 1,00,000 രൂപ പോകില്ലേ? പക്ഷേ താങ്കൾ പറഞ്ഞ ഉത്തരം